മുമ്പേ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ അന്ന് ഭരിക്കുന്ന ഈ സർക്കാരിന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അന്വേഷണ ഏജൻസികളുടെയൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടായെന്ന്. അപ്പോൾ പോലും ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. പകരം ഈ ഭീകരവാദത്തിനെതിരെയുള്ള കർശനമായ നിയമങ്ങൾ പോട്ട പോലുള്ളവർ റദ്ദാക്കുകയും ഭീകരവാദികൾക്ക് ഈ ഭാരതത്തിൽ വന്ന് ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതകൾക്കും കോപ്പ് കൂട്ടിയതും കോൺഗ്രസ് ആണ്. അപ്പോൾ എത്രത്തോളം ഈ ഭാരതത്തിനോടുള്ള അനീതിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടവരും ഈ വിഷയത്തിൽ നമുക്ക് പ്രതിഫലിക്കുന്നത്? അശ്വതി, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. പക്ഷേ മുൻപ് തന്നെ ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ UPA സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്നത് സംബന്ധിച്ച് മുൻപും ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതായത് ഹിന്ദുത്വ ഭീകരത എന്ന് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി വരുത്തി തീർക്കുവാൻ UPA സർക്കാരിൻ്റെ കാലത്ത് ശ്രമം നടന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. കാരണം 2008 മലേഗാവ് സ്ഫോടനമാണെങ്കിലും അതിനുശേഷം പിന്നീട് നടന്ന സംജോത എക്സ്പ്രസുമായി ബന്ധപ്പെട്ട സ്ഫോടനമാണെങ്കിലും അതെല്ലാം വരുത്തി തീർത്തതാണ്. അതായത് ഇസ്ലാമിക ഭീകരശക്തികൾ രാജ്യത്തിനെതിരെ നടത്തിയ വലിയ സ്ഫോടനങ്ങൾ പിന്നീട് ഹൈന്ദവ സംഘടനകളാണ് അങ്ങനെ ചെയ്തത് എന്നത് സംബന്ധിച്ച് വരുത്തുവാനായി ശ്രമം നടത്തി എന്നാണ് ഈ UPA സർക്കാരിൻ്റെ കാലത്തെ മുൻപത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന. അശ്വതി.